വീണ്ടും LDF അധികാരത്തിൽ വരണമെന്നാണ് പറയുന്നത്. നമ്മള് എല്ലാ ആവശ്യങ്ങളും അവർ ചെയ്തു തരുന്നുണ്ട്. വികസനം ഒന്നും പ്രശ്നമില്ല, നല്ല വികസനമാണ്, നല്ല ഇതാണ്, എല്ലാം കൊണ്ട് സുഖമാണ്. നമ്മുടെ നിലവിലുള്ള ഭരണ സംവിധാനത്തിൽ നിന്ന് കുറച്ചും കൂടി ജനങ്ങൾക്ക് നല്ല ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ വികസനം കിട്ടുവാണെങ്കിൽ നമുക്ക് വളരെയധികം നല്ലതാണ്. ഇതിലും കുറേ കൂടി മാറ്റം വരണം അതിലൂർ. പുതിയ വരുന്ന നേരത്തെ കാഴ്ചവെച്ചതിനായിട്ടും കൂടുതൽ വികസനം കാണണം. അതിലൂർ സംബന്ധിച്ചിടത്തോളം മറ്റു പഞ്ചായത്തിനെ അപേക്ഷിച്ച് ഒരു എന്താ പറയണ്ടേ, പുറത്ത് നമ്മൾ കാണുന്നൊരു പഞ്ചായത്താണ്. അതിനത്രയും വികസനം കാണുന്നില്ല. ടൗണൊന്നും ഒരു വികസിച്ചിട്ടില്ല. പിന്നെ ഒന്നാമത് പഞ്ചായത്തിൻ്റെ ഓഫീസിൻ്റെ കെട്ടിടം എല്ലാം വളരെ ശോഷിച്ച അവസ്ഥയാണ്. മര്യാദയ്ക്ക് നല്ലൊരു ബാത്റൂം ഇല്ല പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ. മറ്റ് പഞ്ചായത്തുകൾക്കെല്ലാം വഴിയിടെന്ന് പറഞ്ഞിട്ട് എല്ലാ റോഡ് സൈഡിലും കാണാം, ബ്രേക്ക് ആൻഡ് ടേക്ക് പറഞ്ഞിട്ട്. ഇവിടെ ആ സംവിധാനമില്ല. ഇവിടെ നമ്മളെപ്പോലത്തെ ഒരു കച്ചവടക്കാരനൊക്കെ പിന്നെ ഇവിടുത്തെ ബാത്റൂം പോകണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ള ആരെങ്കിലും ആശ്രയിക്കണം. പൊതുവെ ആ ഏരിയയിൽ വരുന്ന ആളുകൾ അങ്ങനെ തന്നെയാണ്. ഞാൻ മനസ്സിലാക്കിയത്, എനിക്കുണ്ടായ അനുഭവം. അവിടെ അതാ ഇനി തുടർന്ന് വരുന്ന ഭരണസമിതി ഒരു മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതെന്ന് കതിരൂർ പഞ്ചായത്ത് വ്യാപാരികൾക്ക് വേണ്ടിയിട്ടും നാട്ടുകാർക്ക് വേണ്ടിയിട്ടും നല്ല നല്ല കാര്യങ്ങൾ കൊണ്ടുവരിക, ഉപദ്രവങ്ങൾ ഒഴിവാക്കുക. പല പല ആവശ്യങ്ങൾക്ക് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഉപദ്രവം എന്ന് ചോദിച്ചാൽ പല പല ആവശ്യം എന്ന് വെച്ചാൽ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാരും മാത്രമല്ല മറ്റുള്ളവരോട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതായിരുന്നു. അടിസ്ഥാനപരമായ എന്ത് വികസനമാണ് ഈ പഞ്ചാമയിലും കതിരൂരിലും വേണ്ടത്? 5 മൈൽ ഒന്നാമത് റോഡിൻ്റെ സൈഡിലെ വികസനങ്ങളെല്ലാം ഒന്നും ഇല്ലാത്ത അവസ്ഥയാണ്. മഴ പെയ്തു കഴിഞ്ഞാൽ എപ്പോഴും ഏത് സമയത്തും വെള്ളം ബ്ലോക്കും, പിന്നെ ആക്സിഡൻറ്റ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അതിനു വേണ്ടിയുള്ള പലതും ചെയ്യേണ്ടതുണ്ട്. പക്ഷേ വികസനം എന്ന് വെച്ചാൽ ഓവുചാലുകളൊക്കെ ഫുള്ളാവുന്നു. അപ്പോൾ വെച്ചാൽ റോഡിലേക്ക് വെള്ളം പോകുന്നു, ആൾ വഴുതി വീഴുന്നു, വണ്ടി ആക്സിഡൻ്റ് ആകുന്നു. അതൊക്കെയാണ് ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങൾ. ആര് വന്നാലും നമുക്ക് പ്രശ്നമില്ല, വ്യാപാരിക്ക് പ്രശ്നമില്ല. പക്ഷേ വ്യാപാരിക്ക് വേണ്ടത് ഏറ്റവും നല്ലൊരു ഭരണമായിരിക്കണം, നമുക്ക് ആവശ്യപ്പെട്ട കാര്യങ്ങൾ ചെയ്തു തരണം, അത്രമാത്രമേ ഉള്ളൂ. എന്ത് പറയാനപ്പം നമുക്ക് ഇപ്പോഴത്തെ പഞ്ചായത്തൊന്നും മോശമൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും നല്ലതായിരുന്നു. ഇതായിട്ടൊന്നുമില്ല. ഇനിയും കുറേ മാറ്റങ്ങൾ കൊണ്ടുവരാനുണ്ടല്ലോ. കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് പറയുന്നത്. കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു. കാർഷികമാണല്ലോ നമ്മുടെ അടിസ്ഥാനം, അതിന് പ്രാധാന്യം കൊടുക്കുന്നു. ടൗണിൻ്റെ ഇപ്പം ഇതെല്ലാം മോഡീകരിക്കാനുള്ള ഓർഡർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതുവരെ വന്നിട്ടില്ല, നമ്മൾ വന്നതായി കണ്ടിട്ടില്ല. കതിരൂരിൻ്റെ വികസനം വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ വീണ്ടും തുടർ ഭരണം LDF തന്നെ വരാനാണ് സാധ്യത. കഴിഞ്ഞ പ്രസിഡന്റ് വളരെ മികച്ച രീതിയിൽ കതിരൂർ പഞ്ചായത്തിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ ഒരു സുഹൃത്തും കൂടിയാണ്. ഞാൻ കൂത്തുപറമ്പാണ്, കൂത്തുപറമ്പ് മുനിസിപ്പാലിറ്റിയിലാണ്. പക്ഷേ കതിരൂരാണ് ഞാൻ കൂടുതലും എൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു കാലയളവ് കതിരൂരാണ് ചെലവഴിച്ചത്. അപ്പോൾ കഴിഞ്ഞ ഇപ്പം നിലവിലുണ്ടായ പ്രസിഡന്റ് വളരെ മികച്ച രീതിയിൽ ഭരണം കാഴ്ചവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർ തന്നെയായിരിക്കും ഇവിടെ കതിരൂർ പഞ്ചായത്തിൽ. അടിസ്ഥാനപരമായി കതിരൂരിന് സൗകര്യങ്ങളില്ലാത്ത ഒരു പ്രശ്നമാണ്. ഇപ്പോൾ വരുന്ന രജിസ്റ്റർ ഓഫീസുകളിലെ കുറച്ച് ഉള്ളോട്ടാണ്. അത് കുറച്ച് കതിരൂരിൻ്റെ ഈ പരിസര പ്രദേശങ്ങളിലാണെങ്കിൽ, ടൗണുമായിട്ട് ബന്ധമുള്ളതാണെങ്കിൽ കുറച്ചും കൂടി നന്നായി പോയിരുന്നു. പിന്നെ ഇവിടെ ഇപ്പോൾ അവിടെ ഒരു കണ്ണാശുപത്രി വന്നല്ലോ, അതുപോലെ എന്തെങ്കിലും ഒരു സ്ഥാപനം കതിരൂരിൽ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ജനപ്രിയമാവുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് കതിരൂർ. കതിരൂരിന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ നല്ല കാര്യങ്ങൾ കതിരൂർ പഞ്ചായത്ത് ചെയ്തിട്ടുണ്ട്. കതിരൂർ പഞ്ചായത്തിൻ്റെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പിന്നെ റോഡായി കഴിഞ്ഞാലും, പിന്നെ നമ്മളെ വിദ്യാഭ്യാസമായി കഴിഞ്ഞാലും, അതേമാതിരി ആരോഗ്യ മേഖലയിലും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ്. എല്ലാ പഞ്ചായത്ത് മെമ്പർമാരും എല്ലാ വീടുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. കതിരൂരിന് വേണ്ടിയിട്ട് എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇവിടെ ഒരു ആക്രമണ പ്രവർത്തനം ഒന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ പോകണം എന്നുള്ള ഇതാണ്. വികസനം പിന്നെ ഇവിടെ ഒരുവിധമെല്ലാം വികസനം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും നല്ല രീതിയിൽ തന്നെ കൊണ്ടുവരണം എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മളെ വീട് മുക്കാസോട്ട നിന്ന് അങ്ങോട്ടേക്ക് വന്ന റോഡിലാണ്. ആ റോഡ് ഇപ്പം ടാർ ചെയ്തിട്ട് കുറേ കാലമായി പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുക. അത് തന്നെ കാര്യമായിട്ട്. പിന്നെ വികസനം പൊതുവെ മോശമൊന്നുമില്ല. ഇപ്പോൾ ഇത് ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് എൻ്റെ എല്ലാം ചെറുപ്പത്തിൽ എന്ന് വെച്ചാൽ ഒരു 1968 അങ്ങനെ 58 68 സമയത്തെല്ലാം അങ്ങനെയാന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ വീരാപ്പട്ട മടിക്കേരി നിന്ന് വരുന്ന നേരം ഇത് വീരാപ്പട്ട കഴിഞ്ഞ് ഇടം വരെ ഇത് കുട്ടികൾ എത്തുന്ന വരെ റോഡ് നല്ല റോഡായിരുന്നു. ഇങ്ങോട്ട് റോഡ് പോക്കാൻ ഇപ്പോൾ ഇങ്ങോട്ടുള്ള റോഡ് നല്ലത്, അങ്ങുള്ള റോഡ് മഹാപോക്കും.
അങ്ങനെ മാറ്റം വന്നിട്ടുണ്ട്. റോഡ് ഈ ഗവൺമെൻറ് ഏത് ഈ നമ്മളെ ഇത് പിണറായി വിജയൻ ഗവൺമെൻറ് വന്നതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡെല്ലാം നന്നായി. ഒരുവിധം എല്ലാ റോഡും നല്ല കണ്ടീഷൻ റോഡായി മെച്ചമുണ്ട് റോഡിന്. കതിരൂരിൽ നല്ല രീതിയിലുള്ള വികസനം മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ ഉള്ള നിലവിലുള്ള ഭരണസമിതി. ഇനിയും ഇതിലും കൂടുതലുള്ള വികസനം കൊണ്ടുവരുന്നതാണ് ഉറപ്പുണ്ട്. ആവശ്യങ്ങൾ എന്നുള്ള രീതിയിൽ എല്ലാം കണ്ടറിഞ്ഞിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പറയാനൊന്നും അങ്ങനെയൊന്നുമില്ല. കതിരൂർ ഇപ്പം തന്നെ മോശമില്ലാത്തൊരു വികസനമുണ്ട്. പിന്നെ ചില റോഡുകളുടെ കാര്യങ്ങൾ മാത്രമേ പ്രശ്നമുള്ളൂ. അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതെല്ലാം ഫണ്ടിൻ്റെ പ്രശ്നമെന്നാണ് പറഞ്ഞത്. ബാക്കി എല്ലാ കാര്യത്തിലും ഒരു പഞ്ചായത്ത് ഉഷറായിട്ടാണ്. ഇനി വരുന്നവരെ പിന്നെ കൂടുതൽ ജനങ്ങളെ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഒന്നാമത് മെയിനായിട്ട് പറയുന്നത് വെച്ചാൽ പിന്നെ കുറേ ആൾക്കാർക്ക് വീടുകൾ ഇല്ലാത്തതുണ്ട്. അതിപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പകുതിയായിട്ടേ ഉള്ളൂ. അത് ഇത്രയും വേഗം പൂർത്തിയാക്കേണ്ടിയിട്ട് അതിൻ്റെ ഫണ്ട് ഇത്രയും വേഗം അനുവദിച്ചുള്ളൂ. ഒരുപാട് വീടുണ്ട്. മറ്റേ ഇതില്ലേ ഈ നമ്മളെ ചെറിയൊരു ഇതെടുക്കില്ല എന്നറിയാം, ലൈഫിൻ്റെ വീട് കുറേ വീട് ഇങ്ങനെ പണി പൂർത്തിയാകാണ്ട്. പക്ഷെ അത് ആരാ അതിൻ്റെ ഫണ്ട് കൊടുക്കേണ്ടതെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. അപ്പോൾ അതത്രയും രാഷ്ട്രീയത്തിൻ്റെത് അങ്ങനെ പറയില്ല. അതിപ്പോൾ ആര് വന്നാലും വന്നില്ലെങ്കിലും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും നല്ലോണം ചെയ്യാം. ബാക്കിയുള്ളത് നമുക്ക് നമ്മളെ കയ്യിലല്ലേ ഇരിക്കുന്നത്. എന്നാലും കതിരൂർ പഞ്ചായത്തിൽ പിന്നെ പൊതുവേ വികസനമെല്ലാം മോശമില്ലാണ്ട് ചില കാര്യങ്ങൾ ഉണ്ട്. അത് പിന്നെ നമുക്ക് അറിയില്ല. അത് അവരേതായതില്ല. അത് പിന്നെ കൂടുതൽ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എല്ലാവരും പറയുന്നുണ്ട്, ഇങ്ങനെ കണ്ടറിഞ്ഞിട്ട് ചെയ്യുന്നില്ല. ഇതുവരെയുള്ള പ്രവർത്തനമൊന്നും മോശമായിട്ടൊന്നുമില്ല. ചില വാർഡുകളിൽ ചില പോരായ്മകളുണ്ട്. അതൊക്കെ ഒന്ന് പരിഹരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. അങ്ങനെയുള്ള ചില റോഡിൻ്റെ ചെറിയ ചില ഇഷ്യൂസ് ഉണ്ട്, ചില വഴികളുടെ അതൊക്കെ ഒന്ന് പരിഹരിച്ചാൽ നല്ലതായിരുന്നു. മറ്റു പ്രത്യേകിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടെ അങ്ങനെ പറയാനൊന്നുമില്ല. ചില ഏരിയയിലുള്ള ചില കാര്യങ്ങളാണ്, ചില വാർഡുകളിലില്ല. അത്യാവശ്യങ്ങൾ എന്തെങ്കിലും വെച്ചാൽ ഇപ്പോൾ കതിരൂർ പഞ്ചായത്ത് ഉപയോഗിച്ചുള്ള നല്ല തന്നെയല്ല കതിരൂരിൽ ചെയ്യുന്നതല്ല. പിന്നെ ഇപ്പോൾ വേസ്റ്റിൻ്റെ അതെല്ലാം എല്ലാം നല്ല കാര്യം തന്നെ കതിരൂർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ റോഡിൻ്റെ എല്ലാം നമ്മുടെ മുമ്പിലുള്ള റോഡിൻ്റെ എല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാം കതിരൂർ പഞ്ചായത്തിൻ്റെ എല്ലാം നല്ലത് തന്നെയല്ലേ ഇപ്പോൾ പറയാനുള്ളത്. ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് കിട്ടിയത്, ഞാൻ ഒരു പാവപ്പെട്ട ഒരാളാണ്. അത് അനാഥനെ പോലെ എനിക്ക് വീട് വെച്ച് തന്നത് കമ്മ്യൂണിസ്റ്റ് നമ്മുടെ നാട്ടിലെ കൃഷിക്കുള്ള ക്ലബ്ബ്. അപ്പോൾ ആ രീതിയിൽ തന്നെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു ആൾക്കാരും നല്ലൊരു പാർട്ടിയാണ്. അതുകൊണ്ട് അവർ തന്നെയാണ് അടുത്ത ഭരണത്തിൽ നല്ലത്. ചേട്ടനെല്ലാം അടിപൊളിയല്ല. സാധാരണ വെച്ചാൽ ഇപ്പോൾ അനുകൂലം ഭരിച്ചു കഴിഞ്ഞു. ഇനി എന്തൊക്കെയാണ് നമുക്ക് നാട്ടിൽ വേണ്ടതെന്നുള്ളത് നിലപാടുകൾ? ഇനിയും തുടർന്ന് വികസനം വേണം. എന്തെല്ലാം നിങ്ങൾ ഈ ടൗണിൽ ഇപ്പം സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ടൗണിലേക്ക് എന്തെല്ലാം മാറ്റങ്ങൾ വരണമെന്നുള്ള ആഗ്രഹങ്ങളാണ്? പ്രത്യേകിച്ചിട്ടൊന്നുമില്ല. ഇപ്പോൾ നല്ല മാറ്റങ്ങൾ തന്നെയല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. റോഡെല്ലാം ബ്ലോക്കെല്ലാം ആകുമ്പോൾ പ്രശ്നങ്ങളല്ല. പോലീസിന്റെ ഇടപെടൽ ഉണ്ടായിരുന്നു നല്ലതാണ്. ഇവിടെ സ്കൂളുണ്ട്, അപ്പം ഒരു 4 മണിയാകുമ്പോൾ സമയത്ത് ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളെല്ലാം ആയിരിക്കും. അപ്പോൾ ഒരു 4 മണിയാകുമ്പോഴത്തേക്ക് ഒരു പോലീസിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ നല്ലത്. പഞ്ചായത്തിന് മെമ്പർമാരെല്ലാം നല്ല രീതിയിലുള്ള പെരുമാറ്റം കഴിഞ്ഞാൽ തന്നെ നാട് നന്നാവും. യുവാക്കൾ തരണം. അങ്ങനെയാകുമ്പോഴേ മാറ്റം ഉണ്ടാവുക. എപ്പോഴും ഒരേ രീതിയിൽ പോയി കഴിഞ്ഞാൽ എന്ത് മാറ്റം ഉണ്ടാവില്ലല്ലോ. ഒരു വികസനം വേണമെങ്കിൽ യുവത്വം ഇറങ്ങണം. ജനറൽ അടിപൊളിയല്ലേ? അടിപൊളിയായി. ടൗണില് റോഡെല്ലാം നോക്കിയിട്ടെങ്കിൽ അത് അടിപൊളിയല്ലേ? നല്ലൊരു പുരോഗതിയാണ്. പഞ്ചായത്തിൽ ഒരുപാട് പരിപാടിയെല്ലാം ഉണ്ട്. അത് എനിക്കറിയില്ല, ഞാൻ പിണറായി പഞ്ചായത്തിലാണ്. ഒരുപാട് പരിപാടിയെല്ലാം ഉണ്ട്. ഒരു സ്ഥാപനങ്ങളെല്ലാം ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കതിരൂർ പഞ്ചായത്ത് നമ്പർ 1 ആയിട്ടാ ഇല്ല. നമുക്ക് ഇനി കുറച്ച് റോഡ് വികസനങ്ങൾ വേണം. റോഡ് കുറച്ച് ഇതായിട്ടായില്ല. മറ്റുള്ള കാര്യങ്ങൾ എല്ലാം നല്ല രീതിയിലായില്ല. യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അത് പെട്ടെന്നാവുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇത് തന്നെ നമുക്ക് യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്നില്ലാന്ന് പറയാനുള്ളത്. നല്ല പഞ്ചായത്താണ്,
എല്ലാ കാര്യങ്ങളിലും നല്ല രീതിയിൽ മുമ്പോട്ട് പോയി. പക്ഷെ റോഡിൻ്റെ കാര്യങ്ങളിൽ ഈ റോഡായാലും പരിസരത്തുള്ള റോഡുകളെല്ലാം കുറച്ച് താറുമാറായിട്ടുള്ളത്, അതൊക്കെ കൂടി ഒന്ന് നന്നാക്കി കഴിഞ്ഞാൽ നല്ല കാര്യങ്ങൾ. ഈ വരുന്ന ഭരണസമിതി ആര് വന്നാലും അത് ചെയ്യണം റോഡിൻ്റെ കാര്യങ്ങൾ. മറ്റു വേറൊന്നുമില്ല. ഇതുവരെ 5 വർഷത്തെ കാലം കരൂർ പഞ്ചായത്ത് നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോയി, കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യം. കരൂർ വികസനമല്ലേ ഉള്ളൂ ഇപ്പം നിലവിൽ. ഇനി അടുത്ത വികസനത്തിന് വേണ്ടി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് ചർച്ചയിൽ പങ്കെടുത്തിട്ട് പറഞ്ഞു തരണം. പല വികസനം വേണം, റോഡിൻ്റെ കാര്യം, മറ്റേ കുടിവെള്ളത്തിൻ്റെ വ്യവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വികസനം ഉള്ളൂ ഇപ്പോൾ ഇവിടെ കരൂർ പഞ്ചായത്തിൽ, ഒരു കുറവുമില്ല വികസനത്തിൽ. നമ്മൾ തൃപ്തരാണ്. ഭരണസമിതിയോട് ആവശ്യപ്പെടേണ്ട കാര്യങ്ങളുണ്ടല്ലോ. ഇന്ന് നിലവിൽ പണി തീരാത്ത റോഡുകൾ പണി പെട്ടെന്ന് പൂർത്തിയാക്കാം. അതിന് ഫണ്ട് വന്നിട്ടുണ്ട്. കാര്യങ്ങൾ ഈ മഴയായ കൊണ്ടാണ് നിർത്തിവെച്ചത്. അതിപ്പോൾ ഇത് കഴിയുന്നതോടുകൂടി തന്നെ എല്ലാ പണിയും തുടങ്ങാൻ വേണ്ടി തീരുമാനിക്കുന്നു. വികസനം എങ്ങനെ അങ്ങ് പോട്ടെ. നമുക്ക് ഇവിടെ പണ്ട് ബാത്റൂമിന് വേണ്ടി നമ്മൾ പറഞ്ഞേന് ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് അങ്ങനെ വെക്കുന്നതാണ്. എന്ത് വികസിക്കും, എടുത്ത് വികസനം വന്ന ഒരു വികസനമില്ല. നമ്മൾ പിന്നെ എന്താ പറയുക പറഞ്ഞാൽ ഒന്നും ആവശ്യപ്പെടുകയാണ്, ഒന്നും കിട്ടൂല ആവശ്യപ്പെട്ട. അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇങ്ങനെ കിട്ടുന്നത് മേടിക്കുക, ഒന്നും കിട്ടൂല, നമുക്കൊന്നും കിട്ടുന്ന പ്രതീക്ഷയില്ല. വികസനം എന്ന് വെച്ചാൽ നാളെ റോഡിൻ്റെ എല്ലാം കാര്യങ്ങൾ കുറേയേറെ ഇപ്പോൾ ഈ മഴക്ക് പോയിട്ടുള്ളത്, അതെല്ലാം ഒന്ന് ശരിയാക്കുക. അത് തന്നെ മെയിനായിട്ട്. സാധാരണക്കാരന് പല ആവശ്യങ്ങളുണ്ട്, അതൊന്നും ഇവിടെ നടക്കാൻ കഴിയില്ല, സാധിക്കില്ല. അത് ഏത് ഭരണം വന്നാലും ഉണ്ടാവില്ല, അത് ഉറപ്പാണ്. അടിസ്ഥാനത്തിന്റെ ആവശ്യങ്ങളൊന്നും നടക്കില്ലല്ലോ, അതെല്ലാം അതിനപ്പുറം കൂടുതലാണ് ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, നടന്നുകൊണ്ടിരിക്കുന്നു. വേറൊന്നും പറയാനില്ല. പഞ്ചായത്തിന്റെ വികസനം ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ന്യായമായ രീതിയിലെല്ലാം പോയിക്കൊണ്ടേണ്ടി. ഭരണസമിതിയോട് പറയാനുള്ള ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ സർക്കാർ ബിൽഡിങ്ങിൻ്റെ അടുത്ത് ഒരു റോഡുണ്ട്, അതങ്ങ് ടാർ ചെയ്യണം. ഇത് സൈക്ലോൺ ഷെൽട്ടർ, അഭയകേന്ദ്രം, അതെ, ആ റോഡ് ടാർ ചെയ്താൽ നല്ലതായിരുന്നു. എന്നെ എല്ലാവർക്കും ഉപകാരപ്രദമാണ്. സ്കൂളിലേക്ക് പോകുന്ന വഴിയും കൂടിയായി, UP സ്കൂളിലേക്ക് പോകുന്ന വഴിയും കൂടിയാണ്. വികസനത്തിന്റെ കാര്യത്തിൽ ഒരു സമ്മിശ്രമായിട്ട് നടക്കുന്നുണ്ട്. സാധാരണക്കാരൻ എന്ന നിലയിലേക്ക് പഞ്ചായത്ത് ഏറ്റവും അധികം മുമ്പോട്ട് ചെയ്യേണ്ട കാര്യങ്ങളും പറഞ്ഞിട്ട് ചെയ്യാത്ത കാര്യങ്ങളും നമ്മുടെ ചെറിയ ചെറിയ റോഡുകളാണ്. അതായത് ഒരു റോഡിൽ നിന്ന് മറ്റൊരു റോഡിലേക്ക് ജോയിൻ ചെയ്യുന്ന ചില റോഡുകളുണ്ട്, അതിൻ്റെ ഒന്നും അറ്റകുറ്റപ്പണികൾ ചെയ്തിട്ടില്ല, കുറേയധികം ചെയ്യാനുണ്ട്. പിന്നെ പഞ്ചായത്തിൻ്റെ ചില കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ശരിയല്ലാത്ത തീരുമാനങ്ങളും ഉണ്ട്, നല്ലതായിട്ടുള്ളതും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് സമ്മിശ്രമാണ് എന്ന് പറയാൻ കാരണം. വരാനിരിക്കുന്ന ഭരണസമിതിയെ സംബന്ധിച്ച്, നമ്മുടെ പഞ്ചായത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇന്നത്തെ ഭരണസമിതി തന്നെയാണ്, ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ ഭരണസമിതി തന്നെയാണ് വരാൻ സാധ്യത. അതിന് ഇവിടെ മുൻതൂക്കം ഉള്ളൂ. കാരണം 21 വാർഡുണ്ട്. ആ 21 വാർഡിലും LDFിൻ്റെ നേതൃത്വത്തിലുള്ള ആൾക്കാർ തന്നെ ജയിക്കും, ഭരണം അവർ തന്നെ തുടരും. നാട്ടിലുള്ള വികസനം ഈ കാണുന്ന വികസനം പോരാലോ, വേറെ പുതിയ വികസനം ഒന്നും വരുന്നില്ലല്ലോ. മോശം വികസനം ഒന്നല്ലല്ലോ. പിന്നെ ഇപ്പം ചെറിയ ആടയിടിയെല്ലാം ചെറിയൊരു പൊട്ടൽ, അത് മഴക്കാലം കഴിഞ്ഞാൽ പിന്നെ അപ്പൊക്കെ തെരഞ്ഞെടുപ്പ് വന്ന് റോഡിൻ്റെ പണി പഠിത്തന്നെ തുടങ്ങുമല്ലോ. ഇനി വരുന്ന വേറെ ആരും എതിരാളിയില്ലാതെ പഞ്ചായത്തല്ലേ, നല്ല തിരക്കടില്ലാതെ ടീമാണ് ഭരണസമിതി. നല്ല ഭരണസമിതിയാണ് ഇപ്രാവശ്യമുള്ളത്. സ്ത്രീകൾക്കാണ് മുൻഗണന കൊടുത്തത്, സ്ത്രീകളാണ് ജാസ്തി മത്സരിക്കുന്നത്, പുരുഷന്മാർ കുറവാണ്. അപ്പോൾ നല്ല സൂചിപ്പിക്കാനുള്ള അങ്ങനെ ഒരു വികസനം ഇവിടെ വികസനം മുട്ടി നിൽക്കുന്നൊന്നുമില്ല. എല്ലാവിടെയും നല്ല മാർക്കും കാര്യമെല്ലാം ജില്ലാ പഞ്ചായത്തിൻ്റെ റോഡായത്, ഇതാടിയായാലും എല്ലാവരും ആയാലും നല്ല റോഡാണ്. പിന്നെ ചില റോഡുകളെല്ലാം അതിപ്പോൾ ഏത് കാലമായാലും ഇപ്പോൾ പിണറായി മുഖ്യമന്ത്രിയുടെ മണ്ഡലം എന്ന് പറഞ്ഞിട്ട് അവിടെ ചില റോഡുകളെല്ലാം പൊട്ടിയിട്ടുണ്ടായിരിക്കില്ല. അത്രയെല്ലാം കണ്ട് വേറെ ഒന്നുമില്ല. നല്ല നല്ല പഞ്ചായത്താണ്. വേണം വികസനം വേണം. നല്ല നമ്മൾ ഓരോ ഇലക്ഷന് നമ്മൾ ആഗ്രഹിക്കുന്നു. ആര് ജയിക്കണമെന്നല്ല, ആര് ജയിച്ചാലും വികസനം വേണം.